ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഇന്നലെ തിരക്കുള്ള പണിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇന്ന് നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. സമയം ഇതാ ഇപ്പം നിങ്ങൾ കാണുമ്പം 9 മണിയായിരിക്കും. എന്നാലിത് ക്ലോക്കിൽ ബാറ്ററി കഴിഞ്ഞതാണ്. 9 മണിയല്ല, സമയം ഏകദേശം ഒരു 12:30 1 മണീൻ്റെ ഉള്ളിലാണ്. മുപ്പര് ഇന്നൊരു ചെറിയൊരു നിക്കാഹ് പരിപാടി ഉണ്ട് കേട്ടോ. അവിടെ അടുത്തുള്ള നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയുടെ നിക്കാഹാണ്. പെൺകുട്ടിയിലെ ആൺകുട്ടീൻ്റെ ചെക്കൻ്റെ നിക്കാഹാണ്. അപ്പം അരീക്കോട് ടൗണിൽ തന്നെയാണ് പരിപാടി. അപ്പോൾ മുപ്പര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മളെ കെട്ടിയന്മാർ വീട്ടിലില്ലാഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഉടായ്പ് ഫുഡൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കലക്കി പറഞ്ഞത് ആ ചട്ടിയിൽ നമ്മൾ സീദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് മുപ്പിലങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉച്ചക്ക് തൽക്കാലം അതിൻ്റെ മതി എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതും ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്ക് പിന്നെ രാവിലത്തെ അപ്പന്നെ മതിയാണ്. പിന്നെ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ പൊരിച്ചതും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ അതിലേക്ക് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഓള് പിന്നെ അത് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കൻ പൊരിക്കാനിതാ ഞാൻ ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചിക്കൻ കറി ഒന്ന് ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട പൊരിക്കാമെന്ന് കരുതി ഞാൻ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മുട്ട എടുക്കാം. പിന്നെ ചീസ് വാങ്ങിയതുണ്ടായിരുന്നു 2. അപ്പം 2 മുട്ട എടുത്തു, ഒരു ചീസ് എടുത്തു. അപ്പോൾ ഞാൻ മുട്ട പൊരിച്ചത് കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. ചായ ഒരു 10-10:30 ഒരു ചായ ഉണ്ടാക്കി കുടിച്ചതാണ്. പിന്നെ ഉച്ച ആവട്ടെ, കുറച്ച് നേരമെങ്കിലും വിശന്നങ്ങടെ നിൽക്കട്ടെ എന്ന് കരുതി. അപ്പം ഞാനിങ്ങനെ ഒരു ചീസൊക്കെ കൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്കിനി ഈ 2 മുട്ട പൊരിച്ചെടുക്കാം. ഇതുപോലെ ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ചിക്കൻ കറി ചൂടാക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതാ വെളിച്ചെണ്ണ ചട്ടി ചൂടായി വന്നപ്പോൾ 3 അടുപ്പ് ഇങ്ങോട്ട് കത്തിച്ചിക്കാണ്. ഫുഡ് കഴിക്കാൻ വിശന്നപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ള തരിയുടെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാനെന്താ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ മുട്ട പൊട്ടിക്കാനുള്ള കത്തി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. സ്പൂണോണ്ട് പൊട്ടിക്കണമെന്നാണ് എനിക്കിഷ്ടം. ഈ കത്തി കൊണ്ട് ഇങ്ങനെ മുട്ട പൊട്ടിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അത് 2 പൊട്ടിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബുൾസൈ ടൈപ്പിൽ മുട്ട പൊരിച്ചത് കഴിക്കാനാട്ടോ ഇഷ്ടം. പണ്ടൊക്കെ ഞാൻ ഉള്ളി തക്കാളി പിന്നെ ഒക്കെ വാട്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടല്ലോ ഒരു മുട്ട പൊട്ടിച്ചുകൊണ്ട് അങ്ങനെയുള്ള സംഭവമൊക്കെ ഒന്ന് മുട്ട ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാറ്. പിന്നെ ഇനി മോള് ഇവിടെ ഉള്ള സമയത്ത് ഓക്ക് പുഴുങ്ങിയതാട്ടോ ഇഷ്ടം. ഓക്ക് പൊരിച്ചത് വലിയ താല്പര്യമില്ല. അപ്പോൾ ഓക്ക് പുഴുങ്ങിയത് ഇഷ്ടമാണ്. ഞാൻ പിന്നെ ഓക്ക് പുഴുങ്ങുമ്പോൾ എനിക്കുമാണ് പുഴുങ്ങും. ഇത് പിന്നെ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. ഇതുമൂലൊക്കെ പിന്നെ രാത്രിയോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെയൊക്കെ മുട്ട കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ മുട്ട സ്വന്തമായിട്ടൊന്നും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഇതുമ്മ ആണെങ്കിലും ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ പിന്നെ 2 പൊരിക്കാൻ വെച്ചു. പിന്നെ ചിക്കൻ ഞങ്ങൾക്ക് 2 ഈ 2 പീസ് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതും പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ കടന്ന് പോകുന്നുണ്ട്. പിന്നെ ചിക്കൻ കറിയുടെ തിളക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ചിക്കനെയും പിന്നെ ഈ ചീസൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെക്കാം. നീനുട്ടി വരും വൈകുന്നേരം. നീനുട്ടി വരുമ്പോൾ നമുക്ക് ചിക്കൻ തന്നെ പൊരിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട അവിടെ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചീസ് ഇങ്ങനെ ഉരുകി സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചതാ ഇട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചീസ്. അതേപോലെ തന്നെ ഇതുമൂന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒക്കെ ഞാൻ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. അതിനാണ് ഞാൻ വാങ്ങിയത് ചീസ് വാങ്ങിയത്. പോക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കും വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയൊക്കെ. ഞാൻ ഇടയ്ക്ക് തോന്നുമ്പോൾ മുട്ടൻ്റെ മേലെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചീസ് ഇട്ട് കഴിക്കും കേട്ടോ. ഞാൻ കാര്യമായിട്ട് നീനൂനും ഇതുമൂനൊക്കെയാണ് വാങ്ങിയത്. പിന്നെ നീനൂട്ടി വരുമ്പോൾ ഒക്കെ കൊടുക്കുക. ഓക്ക് ചീസൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓക്ക് അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല. അറിയാത്ത രീതിയിലൊക്കെ ഇങ്ങോട്ട് വയറ്റിലാക്കലാണ് ഞാൻ കേട്ടോ. അങ്ങനെ മുട്ട പൊരിച്ചത് നമ്മളിങ്ങനെ ചീസിൽ ഇങ്ങനെ കുത്തി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കണമല്ലോ. പിന്നെ ചീസൊക്കെ ആകുമ്പോൾ വെയിറ്റ് കൂടില്ല, ആ ടെൻഷൻ വേണ്ട. പിന്നെ നമുക്ക് നല്ലതുമാണല്ലോ. പ്രത്യേകിച്ച് പിന്നെ ഒരു 30-40 കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ നല്ല സാധനങ്ങളൊക്കെ തിന്നുന്നത് നല്ലതാണ് എന്ന് എവിടേക്കോ വായിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയോ റീൽസിലൊക്കെ കണ്ടതാണ്. അപ്പോൾ നമ്മളിനി അതൊന്നും കിട്ടാത്തൊരു വിറ്റാമിനൊന്നും കിട്ടാത്ത പ്രശ്നം വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. കൂടെ കുടിക്കാനൊരു അടിപൊളി ചായ അങ്ങോട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. രാവിലെ ഒരു ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കരുതി വേണ്ട എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ ലാസ്റ്റ് ചായ കുടിക്കാം എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഇതും വന്നിട്ട് എൻ്റെ ചീസിൽ തൊട്ടിങ്ങനെ നമുക്കുണ്ട് കേട്ടോ. ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസ്. അതേപോലെ തന്നെ നമ്മളെ എന്താ പറയുക പനീർ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ തോണ്ടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഞാൻ രാവിലെ മദ്രസക്ക് പോകുന്ന സമയത്തൊക്കെ ബ്രെഡിൻ്റെ ഉള്ളിൽ ടോസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതുമൂലം നമ്മൾ രാവിലത്തെ 2-3 ദോശയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ കാര്യങ്ങളൊക്കെ കൊടുത്തു. ഞാനിതാ നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിക്കാൻ വന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു.
പിന്നെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. മൂപ്പര് പോയതിൻ്റെ ശേഷം അങ്ങോട്ട് വന്ന് അടുക്കളയിൽ വന്നിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി കഴിക്കുകയാണ്. ഞാൻ ആ ചെറിയൊരു കഷ്ണം അപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു ചിക്കൻ കറിയിലൊന്ന് കുത്തി കഴിക്കാനൊരു ആഗ്രഹം. അപ്പം ഇതും ചോദിക്കണ്ടേ എന്തിനാപ്പം ആ ഒരു കണ്ട അപ്പം എടുത്തത്, അവൻ ഒരു അപ്പം മുഴുവൻ എടുത്തൂടെ എന്നൊക്കെ ചോദിച്ച്. ചിലപ്പോൾ അങ്ങനെ ഭയങ്കര പുളിച്ചിത്തരാണ് എനിക്ക്, കാരണം പിന്നെ ഒരു അപ്പമൊക്കെ തിന്നാലോ അപ്പം നമുക്ക് രാവിലെ കഴിക്കാത്തതല്ലേ. പക്ഷേ അപ്പം ഭയങ്കര ഡയറ്റ് കേട്ടോ. പിന്നെ ഒരു 3 മണി 4 മണി കണ്ടായാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചിപ്സോ മിച്ചറോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. അപ്പോഴാണ് നമ്മുടെ ഡയറ്റിൻ്റെ കാര്യമൊക്കെ ഒരു ആവൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ദിവസമായിട്ടൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് കൂടി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് 2-3 ദിവസമായിട്ട് കുറച്ചൊരു വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ബോഡി മൊത്തം നല്ല വേദനയാണ്, നല്ല സുഖമുള്ള വേദനയാണ്. കാല് കൈ ഒക്കെ നല്ല വർക്കൗട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറേ ദിവസം ചെയ്യാതെ ചെയ്തതുകൊണ്ട് ഭയങ്കര വേദന ഉണ്ട് മക്കളെ. ഇനി പ്രോപ്പറായിട്ട് ചെയ്യണം. നമുക്ക് ഈ മാസം കൂടി കഴിഞ്ഞിട്ട് അടുത്ത മാസം എന്തായാലും എന്തെങ്കിലും ഒരു 5 കിലോനെങ്കിലും കുറക്കുക. നമ്മളിപ്പോൾ ഇത് എത്ര ആക്കിയെന്നറിയാം, 88 വരെയൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 98 ആവാനായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ 10 കിലോ വരെ കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 100 ആവണത് എനിക്ക് പേടി കേട്ടോ. 100 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിടിച്ചാൽ കിട്ടൂല. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കണം. ഏതായാലും ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചപ്പോൾ മൂപ്പര് വന്നു. മൂപ്പർക്ക് ലൈം ജ്യൂസോ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ലൈം കലക്കി കൊടുത്തതാണ്. അപ്പോൾ ഇതും അവിടെ എന്തൊക്കെയോ ക്രോഷി നൂല് കൊണ്ടൊക്കെ എന്തൊക്കെയോ ചെയ്യാണ് കേട്ടോ. നമ്മളിവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഒന്നും പാത്രം കഴുകാനില്ല. കുറച്ച് 3-4 പാത്രം ഉള്ളൂ. അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചാൽ നമുക്ക് വീണ്ടും പോയി കിടന്ന് എന്തെങ്കിലും ഫോണൊക്കെ തോണ്ടി കിടക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ അല്ലേ, ഫോണും തോണ്ടി കിടക്കാറുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് നിൽക്കാനും ഒരു മടിയാണ്. ഇവിടെ ഭയങ്കര ചൂടാണ് ഈ ഭാഗത്ത് കേട്ടോ. കിച്ചണിൽ ഭയങ്കര മടിയാണ്. കാരണം നമ്മളെ ഉൾഭാഗമൊക്കെ റൂമിലൊക്കെ എന്താ വെച്ചാൽ എല്ലാ ബാക്കി അടുക്കള അല്ലാത്ത ബാക്കി ഭാഗങ്ങളിലൊക്കെ നമുക്ക് മുകൾക്കുള്ള റൂമുകളൊക്കെ മുകളിൽ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അടുക്കള ഭാഗത്തേക്ക് മുകൾക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അടുക്കളയിൽ ഭയങ്കര ചൂട്. വാർപ്പിൻ്റെ അവിടെ ഇങ്ങനെ പെട്ടെന്ന് ചൂടായിട്ട് നമുക്ക് ഭയങ്കര അവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടാട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചണൊക്കെ ക്ലീനാക്കി ഞാൻ എന്താ അവിടെ വന്നപ്പോൾ ഇതും ഇവിടെ കിടന്ന് ഫോൺ കാണുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇടുന്ന എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഓളോടും വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുന്നതാണ്. ഇനിയിപ്പോൾ ഇതും വരാൻ നീനുട്ടി വരുന്നുണ്ട്. അപ്പോൾ നീനുട്ടി വന്നാൽ ഓക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമായിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഇനി ഓക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കറി ഉണ്ടല്ലോ, ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ പിന്നെ ഓക്ക് നെയ്ച്ചോറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഒക്കെ വിചാരിച്ചിങ്ങനെ ഞങ്ങൾ രണ്ടുള്ളവരൊന്ന് വർത്തമാനം പറഞ്ഞ് ഇരിക്കുകയാണ്. പിന്നെ ഈ സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെയാണ് ഞാൻ എഡിറ്റിങ്ങൊക്കെ ചെയ്യാറുള്ളത്. എഡിറ്റിങ് കാര്യങ്ങളും പിന്നെ ഇൻസ്റ്റയ്ക്ക് റീൽസ് ഇടാനുണ്ടാവും. നമ്മളെ എൻ്റെ സ്റ്റിച്ചിങ് ചാനലിലേക്ക് എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടാവും. ഇൻഷോട്ടിലാണ് ഞാൻ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സ്റ്റിച്ചിങ് ചാനലിൽ ഇടുന്ന വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു അക്കൗണ്ട് ഉണ്ട്, സ്റ്റിച്ചിങ് ഇടുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് ഇടും. അങ്ങനെ കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. അങ്ങനെ കുറേ നേരം ഫോണിൽ തോണ്ടിയിരുന്നപ്പോൾ ഒന്ന് കണ്ണ് മാളിപ്പോയി, ഒന്ന് ഉറങ്ങിപ്പോയിട്ട് കുറച്ച് നേരം അങ്ങനെ ഫോണിൽ കളിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഉറക്കം വരും. അപ്പോൾ ഞാൻ ഒന്ന് ഉറക്കം വന്നപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ മുൻഭാഗത്ത് ഒരു 5 മണി കഴിയാതെ ഈ സിറ്റ് ഔട്ടിൽ വന്ന് ഇരിക്കാൻ കഴിയൂല കേട്ടോ. ഭയങ്കര ഒരു വിങ്ങലാണ് ഇവിടെ ഇരിക്കും. ഇപ്പോൾ ഈ നേരമൊക്കെ ആകുമ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കുക. ചെറിയൊരു കാറ്റുണ്ടാവും, വെയിലിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് രാവിലെയാണോ രാത്രിയാണോ എന്നൊന്നും അറിയാത്ത ഒരു അന്തം വിട്ട കുന്തം പോലെയാണ് ഞാൻ ഈ ഇരിക്കുന്നത്. നല്ല ഈ നേരം ഉറങ്ങിയാലും നമുക്ക് അങ്ങനെയാണല്ലോ. പിന്നെ ഒരു കട്ടൻ ചായ കുടിക്കാം എന്നൊക്കെ വിചാരിച്ചതാണ് നമ്മളിവിടെ കിച്ചണിൽ എത്തി. വേഗം ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് അപ്പോഴാണ് ഇതുമുന് വേണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കണം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു ഒറ്റയ്ക്ക് ഉണ്ടാക്കലാണ്. അത് നോമ്പിൻ്റെ എന്നൊക്കെ നാരങ്ങ വെള്ളമൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ചായ ഇതിനോട് ഒറ്റയ്ക്ക് ഉണ്ടാക്കട്ടെ ചോദിക്കുമ്പോൾ എനിക്കൊരു പേടി കേട്ടോ. ചൂടുള്ള തിളച്ച വെള്ളമൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ഫ്ലാസ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ അവളോട് പറയും ഉണ്ടാക്കിക്കോ, കുഴപ്പമൊന്നുമില്ലാറ്. അങ്ങനെ ഫ്ലാസ്കിൽ ഉണ്ടായപ്പോൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അവളോട് ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത്ര പഞ്ചസാര ഇട്ടാൽ മതിയോ, ഇത്ര ചായപ്പൊടി ഇട്ടാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ അതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പം നമ്മുടെ പഞ്ചസാരൻ്റെ പാത്രം തുറന്നു നോക്കിയപ്പോൾ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഇച്ചിരി ഇടാനുള്ളൂ, ഓക്കുള്ള ചായക്ക് പഞ്ചസാര ഇടാനുള്ളൂ. അപ്പോൾ ഞാനിനി കൊണ്ടുവന്ന് നമ്മളെ 2 ദിവസം മുമ്പ് പോയി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ സാധനങ്ങളൊക്കെ. അപ്പം ഞാൻ അതിലേക്ക് ഇടട്ടെ. കാരണം പഞ്ചസാര പാത്രം നമ്മൾ കൂടുതൽ നോക്കൂല കേട്ടോ. നമുക്കിവിടെ ചിലവ് ചായപ്പൊടിയാണ് കൂടുതൽ ചിലവ്, പഞ്ചസാര കുറവാണ്. കാരണം എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ചായയിൽ ഇച്ചിരി പഞ്ചസാര മതി, എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ അതാ
കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയപ്പോക്കിന് മൂപ്പര് നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്ന് പിന്നെ മൂപ്പർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഈ ഇന്ന് കല്യാണം ഉള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഫുഡൊന്നും വേണ്ട, കാരണം ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡായിരുന്നു. നെയ്ച്ചോറും അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു, മന്തി ഉണ്ടായിരുന്നു, അങ്ങനെ 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രാത്രി ഒന്നും കഴിക്കേണ്ട, ചൂടല്ലേ, ലൈം ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ജ്യൂസൊക്കെ എന്തെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതും ഇതാ വീണ്ടും ദോശേനെ കഴിക്കുകയാണ്. നമ്മളിന്ന് വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഓക്ക് പിന്നെ പ്രശ്നമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അവളവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ കട്ടൻ ചായ കിടക്കും. പക്ഷേ ഇപ്രാവശ്യത്തെ കട്ടൻ ചായ ഓള് പാളി കേട്ടോ, കാരണം ഓൾ ആ കളർ കണ്ടപ്പോൾ തന്നെ ഇത് എന്ത് കട്ടൻ ചായ വെച്ചാൽ കണ്ടോളൂ മുഖം എന്ത് കളർ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഏതോ ഒരു തെളി വെള്ളം പോലെ ഉള്ളേന്ന്. അപ്പോൾ ഓക്കത് ആ കളർ പറ്റിയില്ല കേട്ടോ, ഇത് എന്ത് ചായ വെച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല, കാരണം പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുകൊടുക്കേണ്ടി വരൂലേ, അതുകൊണ്ട് ഞാൻ പിന്നെ നമുക്ക് നോക്കിയില്ല കേട്ടോ. ഞാൻ പിന്നെ നീനൂട്ടി ഇപ്പോൾ വരും വിചാരിച്ചിട്ട് ഓക്കുള്ള ജ്യൂസ് അടിച്ചു വെക്കട്ടെ എന്ന് കരുതി ഞാൻ കുറച്ച് അത്തിപ്പഴം അത്തിപ്പഴം, അതേപോലെ ഈത്തപ്പഴം, ബദാം, വാൾനട്ട്, കുറച്ച് ഓട്സും ഇത്ര സാധനം ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ട് ഒരു കുറച്ച് ചൂടുവെള്ളം പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകിയിട്ട് കേട്ടോ. അപ്പോൾ കുരു കളയാൻ മറന്നു ഈത്തപ്പഴത്തിൽ നിന്ന്. കുരു കളഞ്ഞിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ടൊക്കെയാണെങ്കിൽ സുഖമായിരുന്നു. ഇതിപ്പോൾ ഞാനത് മറന്നതാട്ടോ. ഞാൻ കഴുകിയിട്ടുണ്ടായാലും ഈത്തപ്പഴമൊക്കെ കഴുകിയിട്ടുണ്ടോ എന്ന് കഴുകിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഓട്സൊക്കെ നന്നായിട്ട് വെന്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഈത്തപ്പഴം ഒക്കെ നല്ല രീതിയിൽ പൊതിർന്നിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാലും കുരു കളയാൻ വിട്ടു. പിന്നെ അതിൽ നിന്ന് കുരുവൊക്കെ കളഞ്ഞിട്ടതാണ്. പിന്നെ 2 അത്തിപ്പഴമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓക്ക് എന്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇട്ടത് ബദാമും വാൾനട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അധികം വെള്ളം മാറാതെ ജസ്റ്റ് നന്നായിട്ട് അത് അടിഞ്ഞ് കിട്ടണ്ടേ. നല്ല ബദാമൊക്കെ കുറച്ച് പൊതിർന്നിട്ടുണ്ട്, കാരണം ഞാൻ തിളച്ച വെള്ളം പറഞ്ഞതുകൊണ്ട് പൊതിർന്നിട്ടുണ്ട്. അപ്പം പാൽ ഒഴിക്കണതിന് മുന്നേ നന്നായിട്ട് അത് അരച്ച് ഞാൻ മിക്സിക്ക് വെച്ചു കേട്ടോ. പിന്നെ അപ്പോൾ ഇതാ നീനുട്ടി വന്നു. എൻ്റെ കുട്ടി നല്ല ടയേർഡായിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അവൾ വന്നപ്പോൾ പെപ്സി എന്തോ കുടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതും വാങ്ങിയതാണ് കേട്ടോ. അവന് നല്ല ടയേർഡാണെന്ന്. പക്ഷേ ടയേർഡായിട്ട് കാര്യമില്ല, അവൾ ഇപ്രാവശ്യം വന്നത് അവളെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ആദ്യം ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ ഫ്രണ്ടിൻ്റെ ഓളൊപ്പം പഠിച്ച 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒപ്പം പഠിച്ച കുട്ടിയാണ്. ഓളെ കല്യാണമാണ് ഞായറാഴ്ച 19-ാം തീയതി. അപ്പോൾ ഓക്ക് അതിന് കൂടാൻ വേണ്ടിയിട്ടാണ് ഓളിന്ന് വന്നത്, ശനിയാഴ്ച വന്നത്. അപ്പോൾ അതിന് പോണപ്പോഴത്തെ കല്യാണം തലക്കും പോകുന്നുണ്ട്. ഓളെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ട്, ഓലൊക്കെ പോകുമ്പോൾ വാ നല്ല രസമല്ലേ, കല്യാണത്തലയാണല്ലോ രസം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇമ്മച്ചി ഞാൻ പോട്ടെ, കല്യാണത്തലേന്ന് പോകണോ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ശരിക്കും കല്യാണത്തിൻ്റെ അന്നത്തേനെങ്ങാണ് രസം കല്യാണത്തലേ, കാരണം മെയിലാഞ്ചിട്ട് പാട്ടും ഡാൻസ് പരിപാടിയൊക്കെ അന്നാവുമ്പോൾ എനിക്ക് ഓളെ ശരിക്കും കാണാം. പിറ്റേ കല്യാണത്തിന് അന്ന് കുടുംബക്കാരും എല്ലാവരും ഉണ്ടാകുമ്പോൾ അത്ര വലിയ രസം ഉണ്ടാവില്ല. പോവുകയാണെങ്കിൽ ഇന്ന് പെയ്ക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഓളെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒരു 8-8:30 ആകുമ്പോഴേക്കും ഓളിപ്പോൾ 7:00 ആയപ്പോൾ എത്തിയതാണ് കേട്ടോ. പിന്നെ 8:30 ആകുമ്പോഴേക്കും റെഡി ആവാൻ പറഞ്ഞു. ഞാനിതാ നമ്മുടെ നല്ല ഹെൽത്തി ഷേക്കൊക്കെ കൊടുത്ത് ബാക്കിയുള്ളത് ഇതുമ്മൂനും കൊടുത്തു കേട്ടോ. ബാക്കി കുറച്ചുണ്ടായിരുന്നു, ഒരു ഗ്ലാസ് മാത്രമല്ല കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇതുമ്മൂനും എൻ്റെ ഹസ്ബൻഡും കൂടെ പപ്പാതിയായിട്ട് കുടിച്ചു. അങ്ങനെ ഓലത് കുടിച്ച് ഇതുമ്മത് അവിടെ ഭയങ്കര ക്രോഷി നൂലുകൊണ്ട് നല്ല ബൊമ്മക്കുട്ടി ഉണ്ടാക്കുന്നത് തിരക്കിലാട്ടോ. ഓൾ ഇത് ഉണ്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഓളിപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ നീനുട്ടി അതാ ഡ്രസ്സൊക്കെ മാറ്റാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കുറച്ചൊരു നല്ല ഡ്രസ്സ് ഇടാമെന്നൊക്കെ പറഞ്ഞാൽ മഞ്ഞൾ കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് കുറച്ച് നല്ല മഞ്ഞ കളർ ഡ്രസ്സ് തന്നെ എടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇതും ഉണ്ടാക്കിയ സംഭവം. ഒരു ബൊമ്മക്കുട്ടീനെ ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്, മുഴുവനായിട്ടില്ല, അങ്ങനെ പകുതി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നീനു വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഓളെ ഫ്രണ്ട്സ് അങ്ങ് വിളിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിക്കണേ, ഞങ്ങൾ ഇവിടെ എത്തിക്കണേ, ഞങ്ങൾ മമ്പതൻ്റെ അവിടെ ഉണ്ട്, വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വേഗം മാറ്റി ഒരുങ്ങി പോവാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കിടന്ന് അങ്ങോട്ട് ഉറങ്ങാനാണ് പൂതി. ഓൾ വന്നാൽ പിന്നെ കുന്തല്ലാതെ ഉറങ്ങലാണ്. ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വരികയല്ലേ. ഇന്നാണെങ്കിൽ രാവിലെയാണ് ഡ്യൂട്ടീന്, 7 മണിക്ക് ഡ്യൂട്ടി കയറിയതാണ്, 4:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ 7 മണിക്ക് ഡ്യൂട്ടി കയറണമെന്നുണ്ടെങ്കിൽ ഒരു 5-5:30 എണീക്കണം. അപ്പോൾ ഞാനിവിടുന്ന് ഒരു 5:30 അലാറം വെച്ച് ഓളെ വിളിച്ചുണർത്തും. എന്നിട്ട് ഓൾ എണീറ്റ് പിന്നെ 6:30 ഓൾ പോവും, 7 മണിക്ക് ഡ്യൂട്ടി കയറും. അപ്പോൾ എത്രയായാലും ടയർഡ്. പിന്നെ 1.5 മണിക്കൂർ കോഴിക്കോട് നിന്ന് അരീക്കോടുക്കുള്ള ദൂരം 1.5 മണിക്കൂർ ബസ്സിൽ യാത്രയാണ്. അതൊക്കെ കഴിഞ്ഞ് വരില്ല. ഓൾ നല്ല ടയേർഡാണ് കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല.
എന്തായാലും ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് പോകുന്നതിൻ്റെ ഒരു സന്തോഷമാണ് ഓളെ ഈ ഇതൊക്കെ വേഗം വേഗം ഒരുങ്ങി സെറ്റായി പോണത് കേട്ടോ. അപ്പം മമതേൻ്റെ അടുത്ത് ഫ്രണ്ട്സുകൾ 3 കുട്ടികളുണ്ടായിരുന്നു. ഓലൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എന്നാൽ ഇന്നൊന്ന് ആക്കി തരുമോ ഇപ്പച്ചീറിന്, അങ്ങനെ അതാ ഇപ്പച്ചീനെ കൊണ്ട് ആക്കി കൊടുക്കും. ഇപ്പച്ചി അപ്പോൾ ഏശ നിസ്കാരം കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പ് അവിടെ പോയിട്ട് നമ്മുടെ കോണീൻ്റെ ചോട്ടിലാണ് കേട്ടോ ചെരുപ്പൊക്കെ വെക്കാറുള്ളത്. അതിൻ്റെ ഉള്ളിൽ തപ്പിത്തരം എടുത്തു. അപ്പം പെരുന്നാൾക്ക് എടുത്ത ചെരുപ്പ് നമുക്ക് നാളെ കല്യാണത്തിന് ഇടാം എന്നും പറഞ്ഞിട്ട് പഴയ ഒരു ആദ്യത്തെ ഒരു ചെറിയ ചെരുപ്പുണ്ടായിരുന്നു, അതാണ് ഇട്ടത് കേട്ടോ. അതൊക്കെ ഇട്ടുള്ള സുന്ദരിയായി പോവുകയാണ്. മഞ്ഞൾ പരിപാടി എന്തെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ഞ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴൊക്കെ ഇടുള്ളൂ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ വരണമെന്നാലേ ഉള്ളു ഇടുള്ളൂ. മറ്റേത് ഓള് ജീൻസ് ടോപ്പ് അത് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ അത് ഇട്ടിട്ട് ഇപ്പോൾ ഏത് ഡ്രസ്സ് ഇട്ടാലും ജീൻസും ടോപ്പ് ഇട്ട് നടക്കണ പോലെ നടക്കുള്ളൂ കേട്ടോ. ഒക്കെ അതങ്ങോട്ട് ശീലമായിട്ടുണ്ട്. ചെറിയ ടോപ്പും ജീൻസും അതാണ് സുഖം. ചെറിയ ഇങ്ങനത്തെ വലിയ വലിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ ആകെ എന്തൊക്കെയോ പോലെയാണ്. പക്ഷേ ഇതൊക്കെ ഇനി അങ്ങനത്തെ ഡ്രസ്സ് എന്തായാലും ഒക്കെ വാങ്ങൂല. കാരണം ഇതൊക്കെ എത്ര വില കൊടുത്ത് വാങ്ങിയതാരോ, മിന്ത്രന്ന് ഓഫറിൽ വാങ്ങിയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഓൾ ഇതൊക്കെ ആകെ 1-2 പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അങ്ങനെ എന്താ മൂപ്പര് കൊണ്ടാക്കാൻ പോയി. പിന്നെ ഞാൻ വേഗം ഓൾത് അലക്കാനൊക്കെ ഉണ്ട്. ഒരു വലിയൊരു ബാഗായിട്ടല്ലേ വന്നത്, കുറച്ച് അലക്കാനുണ്ട്. ഉള്ളു ഇത്തവണ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ചൂടായതുകൊണ്ട് തന്നെ പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ പെട്ടെന്ന് വിയർപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒക്കെ വേഗം അലക്കാൻ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാൻ അർജൻറ്റ് ഉള്ളതൊക്കെ വേഗം അലക്കാനിടട്ടെ. ബാക്കി ഇപ്പോൾ ടീഷർട്ടും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഇനി അടുത്ത ട്രിപ്പ് കൊണ്ടുപോകാനുള്ളത് മതിയല്ലോ. അപ്പോൾ ഞാൻ തിരിച്ച് പോകുമ്പോൾ കൊണ്ടുപോകണം എന്നുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അലക്കാനിടാണ്. അപ്പോൾ ഞാനിത് അലക്കാനുള്ളതൊക്കെ നോക്കിയപ്പോൾ തന്നെ മൂപ്പര് വന്നു കേട്ടോ. കാരണം മമത നമ്മളെ ഇവിടുന്ന് അടുത്ത് തന്നെയല്ലേ. അപ്പോൾ അവളെ കൊണ്ടാക്കി. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ എത്ര ആളുണ്ട് എന്നൊക്കെ. അപ്പോൾ 2-3 കുട്ടികളുണ്ട്, ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതാ ഞാനുള്ള ബാഗിലുള്ള ഫുള്ള് അലക്കാനുള്ളത് പുറത്തേക്ക് ഇടാൻ കേട്ടോ. കുറേ കാരണം എല്ലാ അറയിലും ഉണ്ടാവും, ഷോക്സ് ഉണ്ടാവും, പിന്നെ അടിവസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ തപ്പിത്തെറിഞ്ഞ് തിരുമ്പാനുള്ളത് ഒക്കെ ഇടുകയാണ്. പിന്നെ ഓള് വിഷുവിൻ്റെ അന്നിട്ട് ധാവണി ആക്കിയല്ലോ സാരിയാണ് അത് കേട്ടോ. അവിടെ വിഷുവൊക്കെ നല്ല പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അതിനെ ഓല് അവിടെ ഓള് ഫ്രണ്ട് ഓഫീസിൽ ഞാൻ നിൽക്കല്ലേ, അപ്പോൾ നല്ല രീതിയിൽ മാറ്റി നിൽക്കണം. അപ്പം അതിന് അവിടുന്ന് തന്നെ സാരിയൊക്കെ വാങ്ങി നല്ല നീല ബ്ലൗസൊക്കെ ചെയ്യുന്നു. അതൊക്കെ ഇട്ട് നല്ലൊരു ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇട്ടുള്ളൂ. ആ സാരിയാണത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒലുമ്പി ഇടണം. പിന്നെ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ ദോശക്ക്. അപ്പോൾ അത് വേഗം കുറച്ച് അരച്ച് വെക്കട്ടെ എന്ന് കരുതി. 3-4 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി എനിക്ക് നാളെ കല്യാണം ഉള്ളതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ രാവിലെ പെട്ടെന്ന് ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചിട്ടേ പോകണുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ദോശയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ദോശക്ക് വേഗം അരച്ച് വെച്ചു. പിന്നെ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഒരു കുളിക്കണം, എനിക്ക് കുളിച്ചിട്ട് കിടക്കണം. അപ്പോൾ ഓള് വന്നിട്ട് ഓക്കും കുളിക്കേണ്ടി വരും. കുളിച്ചിട്ടാണ് ഓളും ഉറങ്ങുള്ളൂ. കാരണം ഇവിടെ വരുമ്പോഴാണ് ഓള് നല്ല എൽക്കൊന്ന് കുടിച്ച് അവിടുത്തെ ഹോസ്റ്റലിലത്തെ വെള്ളം ക്ലോറിൻ പൗഡർ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒക്കെ അവിടുന്ന് കുളിക്കാറുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, മുടിയൊക്കെ കൊഴിച്ചിലുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുള്ള അങ്ങനെ അങ്ങോട്ട് അവിടുന്ന് കുളിക്കാറില്ല. ഇപ്പോൾ ഇടയ്ക്ക് കുളിക്കും. അത്ര ഇപ്പോൾ ചൂടാണല്ലോ, അപ്പം കുളിക്കാതെക്കാനും വയ്യ. അങ്ങനെ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ പിന്നെ എന്തായാലും സുഖത്ത് കുളിക്കാലോ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഓൾക്കും കുളിക്കേണ്ടി വരും. അതിന് മുമ്പ് തന്നെ ഞാൻ വേഗം പണിയൊക്കെ തീർത്ത് കുളിച്ച് റെഡിയായി നിൽക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഓൾ അവിടെ പോയി നല്ല നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്നു, നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് പോരുമ്പോൾ ഒരു ഫ്രണ്ട്സുകളൊക്കെ ഉള്ളതല്ലേ പോരിനെ വയ്ക്കുന്ന ഒരു ജ്യൂസ് കടയിലൊക്കെ കയറി ജ്യൂസൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.